സർഗോ സാറിന്റെ കൂടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ പറയുകയാണെങ്കിൽ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് സാർ. ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. നല്ലോണം തല്ലൊക്കെ കൂടും. അങ്ങനെ ഒരു ഇതായിരുന്നു. 10th വരെ അത്ര നല്ലൊരു ഇതല്ല. ബുള്ളിങ്ങും അങ്ങനെയൊക്കെ പ്യൂരിറ്റി ഉള്ള പോലെ ആയിരുന്നു കണ്ടാ തോന്നുന്നത്. പക്ഷെ മെച്ചുവേർഡ് ഒന്നുമല്ല, അങ്ങനെ അഭിനയിക്കായിരുന്നു. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ. ഗ്രൂമേഴ്സ് എങ്ങനെയായിരുന്നു അവിടെ? എനിക്ക് തോന്നുന്നു ഗ്രൂമേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ, സ്റ്റാർ സിംഗർ സ്പെഷ്യലി? ഓ പിന്നെ സ്റ്റാർ സിംഗറിൽ മെന്റർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ഒരു മെന്റർ അങ്ങനെയാണ്. അപ്പം നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും എപ്പോഴും. പാട്ടെടുക്കുന്നത് തൊട്ട് സ്റ്റേജ് കയറുന്ന തൊട്ട് അത് കഴിയുന്നത് വരെ അവർ നമ്മളെക്കാളും ടെൻഷൻ അടിച്ചിട്ടായിരിക്കുക. അപ്പം അത് ഭയങ്കര ഒരു ഇതാണ്. നമ്മൾ ഈ ഷോ കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ നമ്മളെ പാട്ട് നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയി. ഒരു സ്റ്റഡി സ്പേസ് ആണല്ലോ അത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒബ്വിയസ്ലി മെന്റേഴ്സ് ആണ്. അവരത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്. 12 മണി ആയിക്കോട്ടെ, 1 മണി ആയിക്കോട്ടെ, രാത്രി എപ്പോഴും നമുക്ക് എപ്പോൾ എന്തിനു വേണ്ടി വിളിക്കാൻ പറ്റുന്ന. ഇപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽസ് ആണ് മിഥുൻ ജയരാജ്, മിഥുൻ ചേട്ടൻ, ഷെരീഫ് ക, അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എന്റെ മെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം എനിക്ക് ശ്വേത ചേച്ചിയായിരുന്നു ചേച്ചിയായിരുന്നു മെന്റർ. ഇപ്പം സാധിക ചേച്ചിയാണ് മെന്റർ. രണ്ടുപേരും നമ്മളെ അത്രയും എന്താ പറയാ നമ്മുടെ ബെസ്റ്റ് അവിടെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ടുപേരാണ്. അപ്പോൾ അത് വലിയ കാര്യമായിരുന്നു എനിക്ക്. നമ്മളെ ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്താലും നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് സ്റ്റേജിൽ അത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യിക്കാൻ എന്നുള്ളത് അത് അവരെടുക്കുന്ന എഫേർട്ട് തന്നെയാണ്. സോങ് സെലക്ഷൻസ് ഒക്കെ അതാ മോള് പറഞ്ഞു കൊടുക്കും, അതോ അവര് ഇങ്ങോട്ട്? 2 തരത്തിലുണ്ട്. അവര് നമുക്ക് ചിലപ്പോ തരും, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഇപ്പം റീസെന്റ് ആയിട്ട് വന്നതിന്റെ ആ തെയ്യത്തിന്റെ ആ സോങ് അത് ഭയങ്കര വൈറലായി. എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അതിന്റെ ഒരു അതെങ്ങനെയായിരുന്നു? അത് മോളുടെ ഒരു ആഗ്രഹമായിരുന്നു അത് ചെയ്യണം എന്നുള്ളത്? അതെ, അത് മൂവ് ഇറ്റ് എന്ന് പറഞ്ഞ റൗണ്ടായിരുന്നു നമുക്ക്. അതായത് ഫാസ്റ്റ് സോങ്സ് പാടുക, എല്ലാരും ഒരേപോലത്തെ പാട്ട് എല്ലാരും പാടുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും ആ ഒരു ഫോക്ക് ഒരു പാട്ട് പാടണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഈ പാട്ട് കാണുന്നത്, ഇളക് എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം കേട്ടപ്പോ തന്നെ എനിക്കിത് എന്തായാലും പാടണം എന്നാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ എനിക്കത് കിട്ടിയില്ല, അത് പാടാൻ പറ്റിയില്ല. റൈറ്റ്സ് ഇഷ്യൂ ഉണ്ട് നമുക്ക്. അപ്പൊ റൈറ്റ്സ് ഉള്ള പാട്ടുകൾ മാത്രമേ പാടാൻ പറ്റുള്ളൂ. അപ്പൊ ചിലതിന് ഡിജിറ്റൽ റൈറ്റ്സ് ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് പാടാം, അല്ലാത്ത റൈറ്റ്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. അപ്പോ ഈ ഫസ്റ്റ് റൗണ്ടിൽ ഇത് ഒഴിവായിപ്പോയി. എന്നിട്ട് സെക്കൻഡ് ടൈം പിന്നെയും മൂവിറ്റ് റൗണ്ട് വന്നു. ഞാൻ പറഞ്ഞു സാർ എങ്ങനെയെങ്കിലും എനിക്ക് തരും, ഞാൻ കെഞ്ചി കുറെ. അപ്പൊ മിഥുനേട്ടൻ്റെ അടുത്ത് വെച്ചപ്പോ മിഥുനേട്ടൻ പറഞ്ഞു, നമ്മളെല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ടാണ് പാട്ടൊക്കെ സെലക്ട് ചെയ്യുക. മിഥുനേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെയാണ്, നീ സാറിൻ്റെ അടുത്ത് ചോദിക്കുക, സർഗോ സാറാണ് ഡയറക്ടർ. സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ആ നല്ല പാട്ടാ, നിനക്ക് ഓക്കെ ആണെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ ഹരീഷേട്ടൻ ഉണ്ട്, ഹരീഷേട്ടൻ പറഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കാന്ന് പറഞ്ഞു. ഞാൻ സാറിന് ഒരു നോട്ട് ഇട്ടു, സാർ നമുക്ക് ഇത് ഇന്ന പോലെ കൊറിയോഗ്രാഫി ചെയ്യാം, ഇങ്ങനെ വന്നാൽ നല്ലതായിരിക്കും. ഞാൻ തന്നെ പറഞ്ഞു സാർ അങ്ങനെ ചെയ്താലോ, അങ്ങനെ ഞാനിത് കസു വെച്ച് തുടക്കം വായിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പൊ സാറിന് ഇൻട്രസ്റ്റഡ് ആയി. സാറ് പറഞ്ഞു നീ എടുത്തോ പഠിക്കാന്ന് പറഞ്ഞു. അത് നമുക്ക് തരുന്ന ഒരു സ്പേസ് ആണ് സാറ്. ഇപ്പൊ സാറിന് അപ്പൊ ആ പാട്ട് എത്ര പേര് അറിയുന്നോ, അല്ലെങ്കിൽ സാറിന് ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ അതെങ്ങനെ ഔട്ട്പുട്ട് വരാമെന്നൊന്നും. അപ്പൊ സാറ് നമുക്ക് തരുന്ന നമ്മളിലുള്ള ട്രസ്റ്റും കൂടിയാണല്ലോ. സാറ് പറഞ്ഞു അടിപൊളി പാട്ടല്ലേ, നീ ഉഷാറൊക്കെ ഉറപ്പല്ലേ വെച്ചു. ആ ഉറപ്പാണ് സാറിന്, നീ എടുത്തോന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഫുൾ ക്രൂ പുറത്തുനിന്ന് വന്നു, ഫുള്ള് സാധനമൊക്കെ സാറാണ്. സാറും ക്രൂ അറേഞ്ച് ചെയ്ത്, ഹരീഷേട്ടനും എല്ലാവരും കൂടെ അറേഞ്ച് ചെയ്ത് കൊറിയോഗ്രാഫേഴ്സ് ഒക്കെ സെറ്റാക്കി അങ്ങനെയാണ് ആ പാട്ട്. അങ്ങനെയാണ് മറ്റേ കോസ്റ്റ്യൂംസും മേക്കപ്പും ഒക്കെ അവർ തന്നെ ചെയ്ത് നമ്മൾ ഐഡിയാസ് പറഞ്ഞു കൊടുത്തു. ചിത്രയേച്ചൊക്കെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്ന പോലെ ബാക്കിൽ നിന്നൊക്കെ അവർ വന്ന് നിൽക്കുമ്പോൾ പുള്ളിക്ക് പേടിച്ചിങ്ങനെ ഭയങ്കര പവർ പാക്ഡ് പെർഫോമൻസ് തന്നെയായിരുന്നു.
അതേപോലെ ദിൽരാജിന്റെ കൂടെയും ഉണ്ടായിരുന്നല്ലോ ഒരു ദിൽരാജന്റെ കൂടെ ഒരു ഗസൽ ഗസൽ സോങ്. അത് എനിക്ക് ഗസൽ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ദിൽരാജേട്ടനും ഗസൽ ഗസലിന്റെ ആളാണ്. ഡു ഓർ ഡൈ റൗണ്ട് ആയിരുന്നു അത്. അതായത് ഒരാൾക്ക് 5 ഒരാൾക്ക് 0 ആണ്. എനിക്ക് 0 ആണ് കിട്ടിയതെങ്കിലും ഞാൻ അത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പാടിയത്. ചെറിയ മിസ്റ്റേക്ക് വന്നാൽ തന്നെ പോവും. അപ്പോൾ പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആയിരുന്നു അത്. പവിത്രയുടെ കൂടെ നിങ്ങൾ രണ്ടുപേരും സെയിം ഡ്രസ് ഇട്ടിട്ട് മറ്റേ കുഹു കുഹു പാടിയത്. അതും നല്ല. അതങ്ങനെ ഓൾറെഡി നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള? നമ്മള് ആ ഗ്രൂമിങ്ങിന് മുന്നേ നമുക്ക് പറയുമല്ലോ. നമുക്ക് പാട്ട് സെലക്ട് ചെയ്യുമ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങും. അപ്പൊ തൊട്ടേ എന്തൊക്കെ നമ്മൾ അഡീഷൻസ് ചെയ്യണം എന്ന് ആലോചിക്കും. ഡ്രസ്സിങ് എങ്ങനെ വേണം, അതൊക്കെ അതിന്റെ പാർട്ടായിട്ട് നടക്കും. ഒരു പാട്ട് എത്ര സമയം എടുക്കും പഠിച്ചു തീർക്കാൻ വേണ്ടിട്ട്? ഓരോ പാട്ടിന്റെ പോലെ ഇരിക്കും. 3, 2, 1. ചില ദിവസം ചില പാട്ടൊക്കെ വേഗം പഠിക്കാലോ. ഒരു ദിവസം ലിറിക്സ് ഒക്കെ പെട്ടെന്ന് പഠിച്ച് ലിറിക്സ് ഒക്കെ ചില പാട്ട് നമുക്ക് കേട്ടാൽ തന്നെ ലിറിക്സ് പഠിക്കും. ചില പാട്ട് നമ്മൾ കുത്തിരുന്ന് ലിറിക്സ് പഠിക്കാനാണ്. ചിലത് 2-3 ദിവസം എടുക്കും. ചിലപ്പോ 4 ദിവസം എടുത്താലും പഠിക്കാൻ പറ്റില്ല. അങ്ങനെ പല പാട്ടും പല രീതിയിലാണ്. അല്ല, ഒരു പാട്ട് എടുക്കുന്ന സമയത്ത് അതിന്റെ ഫീൽ ഉണ്ടല്ലോ. ആ ഫീല് എങ്ങനെയാ അത് കൊടുക്കണത്? ഫീല് ഒരു പാട്ടിന് അത് സിനിമ ഇരുന്ന് കാണോ അല്ലെങ്കിൽ? ചില പാട്ടിന് ഞാൻ അത് കാണും. സിനിമ ഇരുന്ന് കാണും, ഫുൾ ഇരുന്ന് കാണും. ഞാന് പാടിയ ഭാര്യനേന എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഞാൻ ശാസ്ത്രീയ പാടിയ വൺ ഓഫ് മൈ ബെസ്റ്റ് ആയിരുന്നു. എല്ലാരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് വൈറലായ പാട്ടായിരുന്നു. അന്ന് ഏട്ടനൊക്കെ വന്ന് സർപ്രൈസ് ഒക്കെ തന്ന്. അതാ ഏട്ടനെ അവിടെ കണ്ടിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ പറഞ്ഞ ആ പാട്ടിലായിരുന്നു. ശരി. അപ്പൊ അത് ആ എപ്പിസോഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ഭാര്യനേന എന്ന് പറഞ്ഞ പാട്ടാണ് പാടിയത്. അപ്പൊ അതില് വേണ്ടിയിട്ട് ഞാൻ ആ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് രാവൺ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടായിരുന്നു. ഞാൻ ഫുള്ളിരുന്ന് കണ്ട് ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോ അത് ആലോചിക്കും. അപ്പൊ അത് നമുക്ക് ആ പാട്ട് പാടുമ്പോൾ നമുക്ക് അതിൽ ഇന്നായിട്ട് പാടാൻ പറ്റും. അപ്പൊ ഞാൻ ആ സീൻസ് ആലോചിച്ചിട്ട് പാടാറുണ്ട്. ജഡ്ജസിന്റെ അടുത്ത് നിന്ന് കിട്ടിയ കമന്റ്, ലൈക്ക് മനസ്സിൽ തട്ടിയ കമന്റ് ചിത്രേച്ചിയുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ വിധിച്ചേട്ടൻ്റെ അടുത്തുനിന്നൊക്കെ എപ്പോഴും അത് ഓർമ്മയിൽ നിൽക്കണ കമന്റ് ഏതായിരുന്നു? ഭരണേനെ കഴിഞ്ഞപ്പോ അവൾ എന്തോ ഒറിജിനൽ ആയിട്ടാണ് പാടുന്നത്. അതേമാതിരി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. സംഗതീസിന്റെ ക്ലാരിറ്റി ആയാലും എന്താ പറയാ ഫീൽ ആയാലും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവരെപ്പോഴും പറയാറുണ്ട് ഞാൻ ഭയങ്കര എന്താ പറയാ വേറെ ടൈപ്പ് ഓഫ് ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ എന്താ പറയാ അതേപോലെ തന്നെ ഇനി ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അത് എക്സ്പ്ലോർ ഒന്നുകൂടെ കൂടുതൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നും. അതെ. അപ്പൊ എപ്പോഴും അങ്ങനെ പാടാൻ പറ്റട്ടെ എന്ന് അവര് പറയുമ്പോ അതൊരു വലിയ കാര്യല്ലേ. എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും കേൾക്കാറുണ്ടല്ലോ. എനിക്കിഷ്ടമാണ് അങ്ങനെ കേൾക്കാൻ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ടുകള് ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ്? ഗസൽസ് ആയിരിക്കും. ഗസൽസ് ഇഷ്ടാ കേൾക്കാന്. ഗസൽസ് കേൾക്കാനും അതേമാതിരി എന്ത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ് എനിക്ക് പറയാറില്ല. എനിക്ക് അതാണ് ഒറ്റൊരു പാട്ട് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ്. ഗസൽസ് ഇഷ്ടാന്ന് പറഞ്ഞു. ഹിന്ദുസ്ഥാനി പഠിക്കാൻ വല്ല ഞാൻ പഠിച്ചിരുന്നു വളരെ കുറച്ചു കാലം. പിന്നെ എനിക്ക് അതിലെന്തോ ഇൻട്രസ്റ്റ് പോയി. ഹിന്ദുസ്ഥാനിയായിട്ട് പഠിക്കാൻ തോന്നിയിട്ടില്ല. പക്ഷെ എന്താ പറഞ്ഞ സംഗീതം എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പൊ ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനി എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറെ ഒരുപോലെ ആണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ് വ്യത്യാസം. അപ്പൊ ആ ഒരു സാധനം മനസ്സിലാക്കിയാൽ ഹിന്ദുസ്ഥാനി പഠിച്ചാൽ ഒരുപാട് നല്ലതാണ്. പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഒരു നല്ലൊരു സാറിനെ കിട്ടിയിട്ട് വേണം ഇനി ബാക്കി പഠിക്കാൻ. ബാക്കി ഹിന്ദുസ്ഥാനും കൂടെ ഒന്ന് സർഗോ സാറിന്റെ കൂടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ പറയുകയാണെങ്കിൽ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയാ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. സാർ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് നമുക്ക് എല്ലാവർക്കും. സാറിന് ഏറ്റവും വേണ്ടത് നമ്മുടെ ബെസ്റ്റ് ആണ്. എന്തൊക്കെയാണെങ്കിലും സാറിന് നമ്മുടെ ബെസ്റ്റ് വേണം. അപ്പൊ സാർ അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോവാനും സാർ റെഡിയാണ്. നമുക്ക് ഇങ്ങനെ ഒരു പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പാട്ട് പാടണം എന്ന് പറയുമ്പോൾ സാറിന് വേണ്ട ബെസ്റ്റ് ആണ്. ബെസ്റ്റ് നീ തരികയാണെങ്കിൽ നീ അത് ചെയ്തോ. അതാണ് സാറിന്റെ ഇത്. നമ്മൾ ഉഴപ്പാൻ ഒട്ടും സമ്മതിക്കില്ല. നമുക്ക് ക്രിയേറ്റീവ് സ്പേസ് അവിടെ നല്ല ഫ്രീഡം ഒക്കെ ആയിട്ട് തരും സാറല്ലേ. സാർ എപ്പോഴും പറയും ഇംപ്രവൈസ് ചെയ്യണം. നിങ്ങൾക്ക് പറ്റാത്ത ജോണേഴ്സ് ആണ് നിങ്ങൾ പാടേണ്ടത്. നിങ്ങൾ എപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കരുത്. അല്ലാത്ത പാട്ട് പാടണം. അങ്ങനെ സാറാണ് ഞങ്ങളുടെ എല്ലാരെയും ഇപ്പം നമുക്ക് ആ ഫസ്റ്റ് തൊട്ട് ഇപ്പൊ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലാരും അത്രയും ഇമ്പ്രൂവ്മെന്റ് ആണ്.
ഭയങ്കര കോമ്പറ്റീഷനാണ്. അവിടെ ഉള്ള 10 പേര് അല്ലെങ്കിൽ എല്ലാവരും അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെ കയ്യിൽ നിന്ന് അവരുടെ ബെസ്റ്റ് സ്റ്റേജിൽ കൊണ്ടുവരാന്നുള്ളത് അത് സാറിന്റെ ഒരു നിർബന്ധമാണ്. അപ്പൊ ഇപ്പൊ എല്ലാരും ആ ഒരു എത്തി, എല്ലാവരുടെയും ബെസ്റ്റ് സ്റ്റേജിൽ കൊണ്ടുവരുന്നുണ്ട് എല്ലാരും. അത്രയ്ക്കും അടിപൊളി പെർഫോമൻസസ് ആയി ഇപ്പൊ വരുന്നത്. അപ്പൊ അതിലൊരുപാട് സന്തോഷമുണ്ട്. സാർ തന്നെയാണ് അതിന്റെ പിന്നില്. എവിടെയെങ്കിലും ലിറിക്സ് തെറ്റിയിട്ട് പാടി അങ്ങനെ? ഇന്നലെ ഒരു പാട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ പാട്ട് എനിക്ക് തോന്നുന്നു തെറ്റാണെങ്കിൽ തന്നെ കോൺഫിഡന്റ് ആയിട്ട് തെറ്റിക്കുക എന്നുള്ളതാണ്. അത് പെട്ടെന്ന് അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ജഡ്ജസിന് മനസ്സിലായാൽ കൂടെ നമ്മളത് എവിടെയെങ്കിലും പതറാണ്ട്, ചില കുട്ടികളൊക്കെ പാട്ട് നിർത്തി പോകും അറിയാണ്ട്, പേടി കൂടിയിട്ട്. സ്ട്രെസ്സാണ്. ഓരോ ചില സമയത്ത് നമുക്ക് അത്രത്തോളം ടൈം കിട്ടിയിട്ടുണ്ടാവില്ല പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതിയല്ലോ. നമുക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രഷറുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഒരുപാട് പേര് നോക്കുന്നു, അത്രയും വലിയ ജഡ്ജസ്, ചിത്രാമേനെ പോലെയുള്ള ഒരാൾ മുന്നിൽ പാടാന്ന് തന്നെ പറഞ്ഞാൽ വലിയ ഒരിതാണ്. അപ്പോൾ അത്രയും പ്രഷർ ഉണ്ട്. പിന്നെ അത് അത്രയും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള പ്രഷർ ഉണ്ട്. പിന്നെ ആ മൊമെന്റിലാണ് എല്ലാം സംഭവിക്കുന്നത്. നമ്മൾ എത്ര ടാലന്റഡ് ആണെന്ന് പറഞ്ഞാലും, എത്ര പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും, നമുക്ക് 5 മിനിറ്റിൽ പറ്റിയില്ലെങ്കിൽ പോയി കഴിഞ്ഞു. കാരണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കര നന്നായിട്ട് ചെയ്യും. അതെ, ചിലപ്പോൾ അത് അത്ര പോലെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല സ്റ്റേജിൽ. ആ ഒരു 5 മിനിറ്റിലാണ്. അതിന്റെ ഇടയ്ക്ക് വ്ളോഗിങ്ങും ഇടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഏതൊരു യൂട്യൂബ് ചാനലില് എനിക്ക് ഇഷ്ടമാണ് വ്ളോഗൊക്കെ ചെയ്യാൻ. പക്ഷെ അറിയാമൊന്നുമില്ല, ചെയ്യാൻ ഒട്ടും അറിയാമൊന്നുമില്ല. പക്ഷെ എന്നാലും ഫോണിലൊരു കൊറേ വീഡിയോ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇട്ടിട്ടൊന്നുമില്ല. ഇട്ട ആൾക്കാർ വല്ലതും പറയുമല്ലോ വെച്ചിട്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ സ്റ്റാർ സിംഗറിന്റെ തന്നെ ബിഗ് ബോസിലേക്ക് പോണതിന്റെ ഒരു എല്ലാരും കൂടി നിൽക്കണ ഒരു വൺ ഡേ. അത് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്രയും ഭയങ്കര എല്ലാരും ഭയങ്കര ബോണ്ടിങ്ങിലാണ്, ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ടല്ലേ. നമ്മളെല്ലാം ഇപ്പൊ നമുക്ക് ഹോം ടൂർ ഉണ്ട്. അതായത് ബിഗ് ബോസിന്റെ മുന്നേ നമുക്കൊരു 3 മാസം ഗ്യാപ്പാണല്ലോ. ബിഗ് ബോസിന്റെ ടൈമിൽ നമുക്ക് ഷോ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് നമ്മളെല്ലാരും എല്ലാ കണ്ടസ്റ്റൻസിനെയും വീട്ടിൽ പോകും. അവിടെ കുറെ ഷോസ് ഒക്കെ ചെയ്യും. നമുക്കൊരു ബസ്സുണ്ട്, ബസ്സിലാണ് പോവാ. അപ്പൊ ഭയങ്കര രസമായിരുന്നു അത്. എല്ലാരും വീട്ടിൽ പോണു, എല്ലാരും അറിയുന്നു. ഇത് നമ്മുടെ കോളേജിലാണെങ്കിൽ പോലും നമ്മളെ ഫ്രണ്ട്സിനെ എല്ലാരും വീട്ടിലൊന്നും നമ്മൾ പോണമെന്നൊന്നും. പക്ഷെ ഇതങ്ങനെയല്ല, എല്ലാരും വീട്ടില് ഫാമിലി മൂഡ്. അതെ, ആ വണ്ടി ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങളെ വണ്ടിന്ന് ഞങ്ങൾ വിളിക്കുക. അതില് ഉറങ്ങുന്നു, കിടക്കുന്നു, തുള്ളി മറിയുന്നു, എല്ലാം. ഈ ഓരോ വീട്ടിൽ പോകുമ്പോഴും ആ ഒരു നാട്ടുകാരുടെ സപ്പോർട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെ, എത്രത്തോളം എല്ലാരും സ്റ്റാർ സിംഗറിനെ ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലായത് അപ്പോഴാണ്. ഒരുപാട് ആൾക്കാർ വരുന്നു നമ്മളെ കാണാൻ വേണ്ടിയിട്ട്, നമ്മളെ ഷോ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ചിലവരുടെ നാട്ടിലൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക്. പാലക്കാടൊക്കെ പോയപ്പോ ഗായത്രിച്ചിയുടെ വീട്ടിലും ഗൗതമേട്ടന്റെ വീട്ടിലൊക്കെ പോയ ഇഷ്ടം പോലെ ആൾക്കാർ. അതേപോലെ കോഴിക്കോട് കൃഷ്ണശ്രീയുടെ വീട്ടില്, എന്റെ അവിടെയായാലും നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. ഈ റിയാലിറ്റി ഷോ എന്ന് കേൾക്കുമ്പോഴേ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഏതാ മോൾക്ക്? ഇപ്പൊ ഇത്രയും റിയാലിറ്റി ഷോസ് ഒക്കെ നടക്കുമ്പോൾ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ നമുക്കൊരു പാട്ട് അങ്ങനെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ, ഒരുപാട് പാട്ടുകൾ ഇപ്പൊ വരുന്നുണ്ടാവും. ഞാൻ ഫസ്റ്റ് പാടിയ പാട്ട് സംഗീതമേ വേണമെങ്കിൽ പാടാം. വോയിസ് സ്ട്രെയിനാന്ന് അറിയാം, പക്ഷെ സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ, വേദനയെപ്പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. വോയിസ് സ്ട്രെയിൻ ഒന്നും അതിൽ കണ്ടില്ല. സ്ട്രെയിൻ ഉണ്ടല്ലേ? വോയിസിന് എന്തെങ്കിലും വോക്കൽ ഹൈജീൻ എന്താണ് ചെയ്യണത്? എനിക്കിപ്പോ വോക്കൽ നൊടികൾ വന്നിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കുറച്ച് പെർഫോമൻസസ് അതിനെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നൊടികൾ എന്ന് പറഞ്ഞാൽ പോളിപ്പ് പോലെ വരും, സ്ട്രെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ പാടല്ലേ, അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വോക്കൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നന്നായിട്ട് വെള്ളം കുടിക്കും. ഇപ്പൊ വോയിസ് റെസ്റ്റ് എടുക്കും. ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്.
ലൈക്ക് എന്റെ കംഫർട്ട് സോണിൽ മാത്രം കേട്ടോ നന്നായിട്ട് സംസാരിക്കും. അപ്പൊ അത് കുറച്ചു ടേപ്പ് ഒക്കെ ഒട്ടിച്ചിരിക്കും വീട്ടില്. നോഡ്യൂൾ ആയതിനു ശേഷം വോയിസ് ടെസ്റ്റ് മസ്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഈ ഭക്ഷണ രീതിയിലും കുറെ മാറ്റങ്ങൾ ചെയ്യണല്ലോ. ഞാൻ മറ്റേ ഐസ് കഴിക്കാത്ത ദിവസം ഉണ്ടായിരുന്നു. എനിക്ക് കുഴപ്പമില്ല കഴിച്ചാലും. പക്ഷെ ഇവിടെ വന്നപ്പോ ചിത്രാമ്മയും എല്ലാരും പറയുന്നത് നമ്മൾ കേൾക്കണല്ലോ. അതേമാതിരി ഡോക്ടേഴ്സും പറഞ്ഞു അലർജി ഒക്കെ ഉള്ളതുകൊണ്ട് തണുപ്പ് കുറച്ചാലും ഒഴിവാക്കാം. അങ്ങനെ ഐസ് തണുപ്പ് ഇപ്പം കഴിക്കാറില്ല പരമാവധി. പിന്നെ എരിവുള്ളത് സ്പൈസി ആയിട്ടുള്ള ഫുഡാ. പിന്നെ മൈദ പൊറോട്ടൊന്നും കഴിക്കാറില്ല. ഭയങ്കര ഇഷ്ടൊക്കെ ആയിരുന്നു. എപ്പോഴെങ്കിലൊക്കെ ഒരു കഷ്ണമൊക്കെ കഴിക്കും. ഗ്യാപ്പുള്ള ടൈമൊക്കെ ഫുൾ അവോയ്ഡ് ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര മനസ്സിനൊരു വിഷമാണ്. അങ്ങനെ അത് കഴിക്കാറില്ല. ബാക്കിയൊക്കെ കഴിക്കാറുണ്ട്. ഫ്രണ്ട്സിന്റെ ആളാണോ? ഒരുപാട് ഫ്രണ്ട്സ് സർക്കിളുള്ള ആളാണോ? ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാടില്ല, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. സ്കൂൾ ടൈമിൽ അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. ഒരു 10th വരെ ഞാൻ അമ്മയുടെ സ്കൂളിലൊക്കെ ആയിരുന്നു. അമ്മ ടീച്ചറാണ്, അച്ഛനും ടീച്ചറാണ്. അപ്പൊ അമ്മയുടെ സ്കൂളിലായിരുന്നു. അപ്പൊ 10th വരെയുള്ള സ്കൂൾ ലൈഫ് അത്ര നല്ല ലൈഫ് ഒന്നുമില്ല. അമ്മയുടെ അമ്മ ഉള്ളതുകൊണ്ട് തന്നെ ടീച്ചറിന്റെ മോളെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ടാഗ് ഉണ്ടല്ലോ. ആ ഒരു ടാഗ് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമ്മൾ സംസാരിക്കാനും അല്ലെങ്കിൽ ഇതാക്കാനൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ പാട്ടൊക്കെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ടാവും അല്ലേ? സമയത്ത് ഞാൻ മറ്റേ നന്നായിട്ട് പഠിക്കായിരുന്നു. ഞാൻ നല്ല ടോപ്പർ അങ്ങനെ ഒരു അന്ന്. അപ്പൊ പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു എല്ലാത്തിനും. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് പിടിച്ച് ലീഡർ ആക്കുമല്ലോ. അപ്പൊ ഇത് ഈ കുട്ടികൾക്ക് ഇഷ്ടം. ഞാൻ മറ്റേ എന്ത് ചെയ്താലും 100% ആത്മാർത്ഥത ഉള്ളതാണ്. അപ്പൊ അത് ചെയ്യുമ്പോ മറ്റേ പേരേതും പേരേതും അങ്ങനത്തെ ഒരു മറ്റേ ഒരു ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ആളുണ്ടായല്ലോ, ഒരു പഠിപ്പിച്ചെന്ന് പറഞ്ഞ ആ സാധനം അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ആളൊന്നല്ലേ. ഞാൻ നല്ലോണം തല്ലൊക്കെ കൂടായിരുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു. 10th വരെ അത്ര നല്ലൊരു ഇതല്ല, ബുള്ളിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 10th കഴിഞ്ഞപ്പോ ഞാൻ അമ്മയുടെ എനിക്ക് സ്കൂൾ പറ്റില്ല കാരണം ഞാൻ ഓടി. ഞാൻ പിന്നെ +1 +2 പഠിച്ചത് ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയ്ക്ക്. ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അമ്മയുടെ സ്കൂളിലും. പിന്നെ രാജാസിൽ പോയപ്പോഴാണ് ഇതാണ് ശരിക്കുള്ള സ്കൂൾ ലൈഫ് എന്ന് മനസ്സിലായത്. ഞാൻ ഭയങ്കര കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. ഇൻട്രോവേർട്ട് അല്ല, ഞാൻ ആംബിവേർട്ടാണ്. പക്ഷെ ആ ഒരു സമയത്ത് കുറച്ചുകൂടി ഇൻട്രോവേർട്ട് ആയിരുന്നു. അപ്പൊ ആ +1 +2 സമയത്തൊക്കെ അവരാണ് കുറച്ചിന്നെ. ഞാൻ എന്താ പറയാ NSSലൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ചേർന്ന എല്ലാവരായിട്ടും ഭയങ്കര കമ്പനിയായി വൈബായി. അവിടെ നിന്ന് കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ജോലി ആയതുകൊണ്ട് എപ്പോഴും വരാൻ പറ്റില്ല. അപ്പൊ ആന്റിയാണ് ഞങ്ങളെല്ലാരും നോക്കുന്നത്. അപ്പൊ ആന്റീന്റെ അടുത്ത് അമ്മയും അച്ഛനും ആന്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിശ്വസിച്ച് അവിടെ നിർത്തിട്ട് പോകുന്നത്. അപ്പൊ ആന്റി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരമ്മയാണ്. പക്ഷെ എനിക്ക് എന്റെ വീട്ടില് അച്ഛനും അമ്മയും എനിക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാൻ പറയുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഒരു അച്ഛനും അമ്മേനെയും ഏട്ടനെയൊക്കെ കിട്ടിയത് വലിയ ഭാഗ്യമാണ്. ആദ്യം കാണുമ്പോൾ എല്ലാവരും ഭയങ്കര ജാടയാന്ന് വിചാരിക്കും. അപ്പൊ ഭയങ്കര ജാടയാന്ന് വിചാരിച്ചു, പിന്നെ മനസ്സിലായി ഇത്രയും മണ്ടിയാണെന്ന്. അങ്ങനെയാണ് എല്ലാരും പറയാറ്. കോളേജിലായാലും സ്കൂളിലായാലും ഇവിടെ ആണെങ്കിലും എല്ലാരും അങ്ങനെയാണ്.